അങ്ങനെ മാധ്യമങ്ങളെ വരച്ച വരയിൽ നിർത്തുകയാണ് ഷാഫി പറമ്പിൽ. എങ്കിലും ചില കുത്തിത്തിരിപ്പൻ മാധ്യമങ്ങൾ മസാല ചുവയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പഠിച്ചതല്ലേ പാടൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ കുത്തിത്തിരിപ്പും മസാല വിതരലും കൈമുതലാക്കിയവർക്ക് മറ്റൊന്നും ചോദിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഉയർത്തിപ്പിടിച്ച മൈക്കിൽ അവർ വലിയ കോലാഹലങ്ങൾക്ക് വേണ്ടി പലതും ചോദിക്കും. അത്തരം ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ മണിക്കൂർ വരെ ഇരട്ടച്ചങ്കന്റെ PR-കാരായ മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ മാങ്കൂട്ടം വിഷയത്തിൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ അതിരൂക്ഷമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതിനു പിന്നാലെ ഇന്ന് കറുപ്പ് ഷർട്ടിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ചുറ്റും കൂടിയ മാധ്യമപ്പട മറ്റെല്ലാ വിഷയവും വിട്ട് തികഞ്ഞ രാഷ്ട്രീയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന ഒന്നായിരുന്നു. ഭരണവിരുദ്ധ വികാരമാണോ പ്രചാരണായുധം എന്നതായിരുന്നു. ഭരണവിരുദ്ധ വികാരം എന്നത് പ്രചാരണായുധമല്ല, അതാണല്ലോ യാഥാർത്ഥ്യം എന്ന് കുറിക്കുകൊള്ളുന്ന ഉത്തരമാണ് ഷാഫി പറമ്പിൽ കൊടുത്തത്. അടുത്തത് കോൺഗ്രസിലെ യുവനിരക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകേണ്ടേ എന്നുമായിരുന്നു. പിന്നെന്താ, തീർച്ചയായും നൽകണം. KSU മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദം വരെ അലങ്കരിച്ച താൻ ഒരിക്കലും യൂത്ത് കോൺഗ്രസുകാർക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന് പറയില്ല. അതുമാത്രവുമല്ല, കഴിഞ്ഞ ഒരു കാലം തൊട്ട് കൃത്യമായ യൂത്ത് പരിവേഷം കോൺഗ്രസ് നൽകുന്നുമുണ്ട്. അതിനിടയ്ക്ക് ഷാഫി വളരെ ശ്രദ്ധയോടെ ഒരു കാര്യം കൂടി പറഞ്ഞു. സത്യത്തിൽ കോൺഗ്രസ് എന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന പ്രവർത്തകരിൽ പലരും റിബലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ അഭിപ്രായത്തെ കൃത്യമായി തന്നെ പറയും. അല്ലാതെ CPM-നെ പോലെ ഇരുമ്പ് കമ്പിക്കുള്ളിൽ തളച്ചിടുകയല്ല കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. പാർട്ടിയുമായി വിയോജിപ്പുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ജീവൻ വരെ ഇല്ലാതാകുമോ എന്ന ഭയവും ഇപ്പറയുന്ന സഖാക്കന്മാർക്കുണ്ട്. ഇത്തരത്തിൽ തികഞ്ഞ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഷാഫി ഇന്ന് കറുത്ത ഷർട്ടിൽ തിളങ്ങുന്നത്. അല്ല, ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം അധികവും താഴെത്തട്ടിലെ തീരുമാനങ്ങളാണ്. വാർഡ് കമ്മിറ്റികളിൽ നിന്നാണ് സ്ഥാനാർത്ഥികളുടെ പ്രപ്പോസലുകൾ വന്നത്. പിന്നെ അധികം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും താഴെത്തട്ടിലെ കമ്മിറ്റികൾ തന്നെയാണ്. പിന്നെ KPCCയെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ മുമ്പിലേക്ക് കേരളത്തിലെ ഒരു വാർഡ് സ്ഥാനാർത്ഥിയുടെ കാര്യം പോലും അങ്ങനെ ഒരു സജീവമായ ചർച്ചയായിട്ട് വന്നിട്ടില്ല. സാധാരണയിൽ എല്ലാം കൂടെ വരാറൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ കോൺഗ്രസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കുറച്ചും കൂടെ ചർച്ചകളൊക്കെ ഓപ്പൺ ആവാറുണ്ട്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ പോലും വളരെ വിരലിലുണ്ടാവുന്നതേ KPCCയുടെ പരിഗണനയ്ക്ക് വന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ അപൂർവം സീറ്റുകളാണ്. അപ്പോൾ ജില്ലകളിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടനീളം താഴെത്തട്ടിൽ കുറച്ചും കൂടെ യുനാനിമസായി ഐക്യകണ്ഠേന താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ റിബലുകളെയൊക്കെ കുറച്ച് മാനേജ് ചെയ്ത് ഇലക്ഷൻ പ്രിപ്പറേഷനിലും മാനേജ്മെൻറ്റിലും ഒക്കെ വല്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർക്ക് അവസരം എത്ര കൂടുതൽ കൊടുത്താലും അത്ര നല്ലതാണെന്നാണ് എൻ്റെ നിലപാട്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്, KSU പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് മാറുമ്പോഴത്തേക്കും ചെറുപ്പക്കാർക്കെല്ലാം മതിയായി എന്ന് പറയേണ്ട ആളല്ല. ചെറുപ്പക്കാർക്ക് വേണ്ടി തന്നെയാണ് ഇനിയും സംസാരിക്കേണ്ടത്. എത്ര കൂടുതൽ കൊടുത്താലും അത്രയും നല്ലതെന്ന് പറയുന്ന ഒരാളാണ്. ഇനിയിപ്പം പിന്നെ അസംബ്ലിയൊക്കെ വരുന്നുണ്ടല്ലോ, അതിലുൾപ്പെടെ ചെറുപ്പക്കാരെ കൂടുതൽ പരിഗണിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, അങ്ങനെ ഒരു കമ്പാരിസൺ വരികയാണെങ്കിൽ ഇപ്പോൾ അസംബ്ലിയൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാലും അത്യാവശ്യം യങ്സ്റ്റേഴ്സിൻ്റെ പ്രസൻസ് പിന്നെ ഉണ്ടാവാറുണ്ട്. കോൺഗ്രസ് പൊതുവേ അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു പഴയ ഇതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെ ഇനിയും കൊടുക്കണം. പിന്നെ അതിൽ ആ ആവശ്യം ഞങ്ങൾ അങ്ങനെ എല്ലാ തലമുറക്കും വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അത് പറയും, കുറേയൊക്കെ നേടിയെടുക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തദ്ദേശ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ UDF-നുള്ളിലെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അധികാരഭ്രമം ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ടോ? താങ്കൾ പറഞ്ഞതിൽ ഒരു വാചകം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള പ്രചരണമല്ല, അതാണ് യാഥാർത്ഥ്യം. ഈ ഗവൺമെൻറ്റിന് ആളുകൾ എതിരാണ്, ഗവൺമെൻറ്റിന് തലപ്പത്തിരിക്കുന്ന ആളുകൾ എതിരാണ്. ആ എതിർപ്പ് അവരുടെ പാർട്ടിക്കകത്ത് പോലും ഉണ്ട്. ഏറ്റവും ഒടുവിലായി നടന്ന ശബരിമല വിഷയം ഉൾപ്പെടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ പദവിയിൽ നിന്ന് ഇതുവരെ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് മൗനം പാലിക്കുകയാണ്. പാർട്ടിയുടെ MLA ആയിരുന്ന ഒരാളാണ്, ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, ഗവൺമെൻറ് സ്പോൺസർഷിപ്പിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ആ തട്ടിപ്പിൽ പുറത്തു വന്നിട്ടും ഒരു പാർട്ടി നടപടി പോലും വളരെ ശ്രദ്ധിച്ചും പിന്നെ എടുക്കാതിരിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മേലെയുള്ളവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. അപ്പം അതുൾപ്പെടെ ഞാൻ പറയട്ടെ, അതുൾപ്പെടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ പറയുന്ന റിബൽ അതിപ്പോൾ അധികാര ഭ്രമത്തിൻ്റെ അല്ല,
ഒരേ സ്ഥലത്ത് കൂടുതൽ ആളുകൾ മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ചിലപ്പം പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യും. ഞങ്ങളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ ഓപ്പണായിട്ട് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പറയും. മറ്റേതൊരു ചട്ടക്കൂടി ഇരുമ്പിൻ്റെയാണ്. ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ പിന്നെ അവൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്, അവൻ്റെ രാഷ്ട്രീയ ഗതിയല്ല ജീവൻ തന്നെ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് പേടിയുള്ളതുകൊണ്ട് ചിലപ്പം മിണ്ടാതിരുന്നുള്ളൂ എന്നൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെയൊക്കെ ആളുകൾ പരസ്യമായിട്ട് പ്രതികരിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ എടുത്തു നോക്കിയാൽ പിന്നെ തീർച്ചയായിട്ടും പിന്നെ വലിയ ബെറ്റർമെൻ്റ് അക്കാര്യത്തിൽ കോൺഗ്രസിന് നിങ്ങൾ തന്നെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിലെ റിബലുകളുടെ അത് ഒന്നും എൻകറേജ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പാർട്ടി പരിശോധിക്കുമെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും അനിവാര്യതയല്ല. താങ്കൾ സൂചിപ്പിച്ച ഒരു ചോദ്യം പോലെ ഇതിൻ്റെ ഫോക്കസ് മുഴുവൻ ഈ ഗവൺമെൻറ് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാവേണ്ട സമയത്ത് മാധ്യമങ്ങളുടെ വാർത്തയിലെ ഇടവും നവമാധ്യമ പ്രചരണങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. DCC ഓഫീസിൽ നിന്നല്ല, എവിടെയാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ ആ പറയുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിനോട് എൻ്റെ പുറകിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ സീറ്റ് വിഭജനമാണ് പ്രശ്നം. ബ്ലോക്ക് പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. അല്ല, സീറ്റ് വിഭജനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങളിപ്പോൾ സീനിയർ മാധ്യമ പ്രവർത്തകർ അതിനകത്താണ്. എത്രയോ വർഷമായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വന്നിട്ടുള്ള റിബലുകളുടെ എണ്ണം, വന്നിട്ടുള്ള പരസ്യ എതിർപ്പുകളുടെ എണ്ണം ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറഞ്ഞൊരു വർഷം എന്ന് മാത്രമല്ല 90% കാൻഡിഡേറ്റ്സിനെയും അതാത് വാർഡിൻ്റെ കമ്മിറ്റികൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇലക്ഷന് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ്. ഇതേതാ ചാനൽ? മുന്നൊരുക്കങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ്. അപ്പം ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ബെറ്റർ ആവുകയാണ്. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന പാർട്ടി റാങ്ക് ആൻഡ് ഫയലും ചട്ടക്കൂടൊക്കെ പറഞ്ഞിരുന്ന ആളുകളും പിന്നെ ഈ പറയുന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് അവകാശപ്പെട്ടിരുന്നവർക്കൊക്കെ ഇടയിൽ പ്രശ്നവും ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കൂടെ ഞങ്ങളുടെ കുറേ